എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? എന്താ ഉറക്കം വരുന്നു. തീർച്ചയായിട്ടും 16 ലക്ഷം. അയ്യോ ഞാൻ പറയാം ഞെട്ടരുത്, ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. അനുവും പറഞ്ഞു എനിക്ക് PR ഉണ്ട്. PR ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? PR എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. വെരി ഗുഡ്. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. 1 ലക്ഷം കൊടുത്തു, ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം. ഇല്ല ഒരിക്കലും, കാരണം ഞാൻ പിശിക്കാണ്. ഓ, ഇങ്ങനെ ഒരു പിശുക്കി. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടുമോ? വിശ്വസിക്കാൻ പറ്റണല്ലേ? അതെ, നമുക്കും വിശ്വസിക്കാൻ പറ്റണില്ല. അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. ടീച്ചർ ഒന്ന് നിന്ന് വെച്ചാൽ മതി. ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു. അതിന് കാശ് എത്ര ചെലവായാലും ഞാൻ മുടക്കും. എന്തോ 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക്? അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. PRന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ, അതൊക്കെ എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് PR കാരണം മനു ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. നമ്മളെ സർപ്രൈസ് ചെയ്ത കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്?